അത്തരത്തിൽ ഇന്ന് വന്ന ഒരു വാർത്ത അത് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇടുക്കി ഡാം, ചെറുതോണി ഡാമിന്റെ ഒരു മാതൃക ഇപ്പോൾ സ്റ്റുഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഇന്നത്തെ ഈ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ചെറുതോണി ഡാം, നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിൽ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു വിടുന്നു. ആദ്യം ഒരെണ്ണം തുറക്കുന്നു, അതിന് പിന്നാലെ 2 ഷട്ടറുകൾ കൂടി തുറക്കുന്നു. പിന്നീട് മുഴുവൻ ഷട്ടറുകളും 5 ഷട്ടറുകളും തുറന്ന് വെള്ളം ഒഴുക്കിക്കളയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അപ്പോൾ അത്തരത്തിൽ 5 ഷട്ടറുകളും തുറന്നപ്പോഴാണ് പ്രളയത്തിൻ്റെ ആഘാതം കൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇന്നത്തെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ ആണ് ഈ പ്രളയത്തിൽ എങ്ങനെ ആഘാതമുണ്ടായി, അല്ലെങ്കിൽ പ്രളയം എന്തുകൊണ്ടുണ്ടായി, എത്ര ഗുരുതരമായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ആ പോയിന്റുകൾ നോക്കിയാൽ ഡാം മാനേജ്മെൻറ്റിൽ വീഴ്ച വരുത്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഡാം മാനേജ്മെൻറ്റിൽ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അടുത്തത് നോക്കിയാൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ഗൗരവത്തിലെടുത്തില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഈ ഡാം സേഫ്റ്റിക്ക്, അല്ലെങ്കിൽ ഡാം മാനേജ്മെൻറ്റിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ഇതുപോലെ ശക്തമായ മഴയുണ്ടാകും, അത് കണക്കിലെടുക്കാനായിട്ടില്ല, ഡാം മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. റിപ്പോർട്ട് ഗൗരവത്തിലെടുത്തിട്ടില്ല എന്നീ കാണുന്ന കാര്യങ്ങൾ, അതായത് കനത്ത മഴയുണ്ടാകും, അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് എത്തിയിരുന്നു. പക്ഷേ അത് ഗൗരവത്തിലെടുക്കാൻ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ അതിന് സാധിച്ചില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ കനത്ത മഴയെ നേരിടാൻ തയ്യാറെടുപ്പുകൾ എടുക്കാൻ കഴിഞ്ഞില്ല കേരളത്തിന്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആദ്യം ഡാം തുറക്കുമെന്നൊരു മുന്നറിയിപ്പ് വരുന്നു. അതിനെ തുടർന്ന് ഡാം തുറന്ന് വെള്ളം ഒഴുക്കിക്കളഞ്ഞാൽ, അഥവാ ഇനി മഴ പെയ്തില്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകുന്നൊരു പേടി KSEBിക്ക് അടക്കമുണ്ടായിരുന്നു എന്നാണ് അന്ന് പ്രധാനമായി ഉയർന്ന ആരോപണം. അതുകൊണ്ട് തന്നെ കനത്ത മഴ ഉണ്ടാകുമെന്ന ഒരു പ്രഖ്യാപനത്തെ അത്ര ഗൗരവത്തിലെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണത്തെ ഗൗരവത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കനത്ത മഴയെ നേരിടാൻ തയ്യാറെടുപ്പുകൾ നടത്താൻ കേരളത്തിന് ആയില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മഴയുടെ തീവ്രത മുൻകൂട്ടി അറിയാൻ സാധിച്ചിരുന്നില്ല. വളരെ കനത്ത മഴയാണ് അന്ന് കേരളത്തിൽ ലഭിച്ചത്. ഈ ഡാം തുറന്നു വിട്ടതിന് പുറമെ, ഡാം തുറന്നു വിട്ടതിന് അപ്പുറത്തേക്ക് അവിടെ പെയ്ത കനത്ത മഴ, അത് കേരളത്തിലെ ഉടനീളം പെയ്ത കനത്ത മഴ, അത് പ്രളയത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ഈ മഴയുടെ തീവ്രത മുൻകൂട്ടി അറിയാൻ കേരളത്തിന് സാധിച്ചില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ പാലിക്കാനോ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിൽ ഇക്കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാനോ കഴിഞ്ഞില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്രളയം ഉണ്ടായത്. ഇനി ഇതിലൊക്കെ അപ്പുറത്തേക്ക് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് അന്വേഷിക്കാൻ ഈ ഡാം സേഫ്റ്റി അതോറിറ്റിക്കോ KSEBിക്കോ വീഴ്ച വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണം. ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിലൊരു സമിതിയെ നിയോഗിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, ഡാം സേഫ്റ്റി അതോറിറ്റിക്കാണോ വീഴ്ച ഉണ്ടായിട്ടുള്ളത്, അതല്ല മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടികൾ എടുക്കാതിരുന്ന KSEBിക്കാണോ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണോ നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടത് ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ്. എന്തായാലും ഈ കാണുന്ന പോലെ തന്നെ ഡാം തുറന്നു വിട്ടപ്പോൾ, ഡാമിൻ്റെ 5 ഷട്ടറുകളും തുറന്നപ്പോൾ, ചെറുതോണി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകളും തുറന്നപ്പോൾ ഉണ്ടായ വളരെ ശക്തമായ നീരൊഴുക്ക്, അത് താഴേക്ക് ഡാമിൻ്റെ ഈ പെരിയാർ ഒഴുകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളമെത്തി. അത് പല സ്ഥലങ്ങളിലേക്ക് പെരിയാറിൻ്റെ വെള്ളം എത്തിയപ്പോൾ ഇടുക്കി ഡാം മാത്രമല്ല, മറ്റ് ഡാമുകൾ തുറന്നു വിട്ടത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആ ഡാമുകൾ തുറന്നു വിട്ടപ്പോൾ അത് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. മറ്റെല്ലാ ഡാമുകളും തുറന്നു വിടുമ്പോൾ മുന്നറിയിപ്പുകൾ നൽകിയിരുന്ന KSEB പറയുന്നുണ്ടെങ്കിലും അത്തരത്തിൽ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടം, അല്ലെങ്കിൽ ആഘാതം ഇത്ര വലുതായത് എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോയിന്റുകൾ ഇപ്പോൾ അമിക്കസ് ക്യൂറി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്, അത് വിവിധ കക്ഷികൾ സമർപ്പിച്ച 15 ഹർജികളാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. സർക്കാരിന് വീഴ്ചയുണ്ടായി, അതല്ലെങ്കിൽ ഡാം മാനേജ്മെൻറ്റിന് വീഴ്ചയുണ്ടായി, അതുമല്ലെങ്കിൽ KSEBിക്ക് വീഴ്ചയുണ്ടായ തരത്തിലുള്ള 15 ഹർജികൾ ഉണ്ടായിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്. എന്തായാലും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്മേൽ ഇനി ഹൈക്കോടതി എടുക്കുന്ന നടപടി, വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് നടപടികൾ ഇനി ഉണ്ടാകുമെന്നാണ് പരിശോധിക്കേണ്ടത്. ഈ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കാര്യം അത്തരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇടുക്കി ഡാമിൽ നിന്ന് മാറി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, ഇന്ത്യക്ക് ഏറെ സന്തോഷകരമായ മറ്റൊരു റിപ്പോർട്ടാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അത് മറ്റൊന്നുമല്ല, MH-60 എന്ന ഹെലികോപ്റ്റർ US ഇന്ത്യക്ക് വിൽക്കാൻ ഒരുങ്ങുന്നു. അത് ഏതാണ്ട്
24 ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. ആ 24 ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് വളരെ വലിയ പ്രയോജനം ചെയ്യുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ എയർ സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ ആ ഹെലികോപ്റ്ററിൻ്റെ മാതൃക എത്തേണ്ടതുണ്ട്. ആ ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 24 ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങുന്നുണ്ട്. അത്യാധുനിക മൾട്ടി റോൾ സീഹോക്ക് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ US നിന്ന് വാങ്ങാനൊരുങ്ങുന്നത്. അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകൾ എന്നൊരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഈ ഹെലികോപ്റ്റർ, അതാണ് MH-60 ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഹെലികോപ്റ്ററിന് നിരവധി പ്രത്യേകതകളുണ്ട്. അന്തർവാഹിനികളെ നീക്കം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ഈ ഹെലികോപ്റ്ററുകൾക്കുണ്ട്. യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഒപ്പം തന്നെ അതുപോലെ തന്നെ അന്തർവാഹിനികളിൽ നിന്ന് മറ്റുള്ളിടത്തു നിന്നൊക്കെ പറന്നുയരാൻ വളരെ ശക്തമായ ആക്രമണം നടത്താൻ കഴിവുള്ളൊരു ഹെലികോപ്റ്ററാണ് MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്റർ എന്ന ഹെലികോപ്റ്റർ. ഇതിന് വളരെ വലിയ വിലയാണ്. ഇന്ത്യ ഇത് സ്വന്തമാക്കുന്നുണ്ട്. വളരെ വലിയ വിലയാണ് ഇതിനുള്ളത്. 2009 ആദ്യമായി പരീക്ഷിച്ച ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് വിൽക്കാൻ US തയ്യാറാവുകയാണ്. ഏതാണ്ട് 19.76 മീറ്റർ നീളവും 10.68 ടൺ ഭാരവും ഇതിനുണ്ട്. പരമാവധി 264 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാം. ഇത് കരയിൽ കൂടി സഞ്ചരിക്കും. എന്നാൽ സമുദ്രത്തിൽ 234 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗം. 240 കോടി രൂപ വില വരുന്ന 24 സീഹോക്ക് ഹെലികോപ്റ്ററുകളാണ് US ഇന്ത്യക്ക് നൽകുന്നത്. അന്തർവാഹിനികളുടെ നീക്കങ്ങൾ തിരിച്ചറിയാനും യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും കടലിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും ഈ ഹെലികോപ്റ്റർ ഏറെ സഹായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അന്തർവാഹിനികളെ മനസ്സിലാക്കാൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം, കടലിൽ അകപ്പെടുന്ന വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിവുള്ള ഒരു ഹെലികോപ്റ്റർ കൂടിയാണ് MH-60 സീഹോക്ക് ഹെലികോപ്റ്റർ എന്ന ഈ ഹെലികോപ്റ്റർ. 240 കോടി മുടക്കി ഇന്ത്യ ഇത് വാങ്ങാനൊരുങ്ങുകയാണ്. നിരവധി പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള ബ്രിട്ടീഷ് നിർമ്മിത സീ കിങ് ഹെലികോപ്റ്ററുകൾക്ക് പകരമായാണ് ഈ സീഹോക്ക് ഹെലികോപ്റ്റർ ഇന്ത്യ സ്വന്തമാക്കുന്നത്. അത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതോടെ ഒരുപാട് പ്രത്യേകതകളാണ് ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഒരു വലിയ അഡ്വാൻറ്റേജാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകരുന്ന ഒന്ന് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുകയാണ്. ഈ ഒരു ഹെലികോപ്റ്റർ വാങ്ങുന്നതിലൂടെ ഈ ബന്ധം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ പസഫിക് ഒപ്പം തന്നെ ദക്ഷിണേഷ്യൻ മേഖലകളിൽ ഒരു വളരെ വലിയ അഡ്വാൻറ്റേജാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയുടെ ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുള്ള സമുദ്ര അതിർത്തികളിൽ ചൈന നടത്തുന്ന ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് അന്തർവാഹിനി വഴി കടലിനടിയിൽ കൂടി നടക്കുന്ന ആക്രമണങ്ങൾ തിരിച്ചറിയാനും അതിന് തടയിടാനും സീഹോക്ക് ഹെലികോപ്റ്ററുകൾക്കാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. യുദ്ധക്കപ്പലുകളിൽ നിന്ന് വിമാനവാഹിനികളിൽ നിന്നും പറന്നുയരാൻ, യുദ്ധക്കപ്പലായാലും വിമാനവാഹിനി കപ്പലായാലും ഇത് രണ്ടിൽ നിന്നും പറന്നുയരാനുള്ള കഴിവ് ഈ പറയുന്ന സീഹോക്ക് ഹെലികോപ്റ്ററുണ്ട്. MH-60 എന്ന ഹെലികോപ്റ്ററിനുണ്ട്. അത് പറന്നുയരുക മാത്രമല്ല, അതേ കരുത്തോടെ ഈ ശത്രു വിമാനത്തെ അല്ലെങ്കിൽ ശത്രു അന്തർവാഹിനിയെ ആക്രമിക്കാനുള്ള കഴിവും ഇന്ത്യക്കുണ്ട്. ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചൈനീസ് അന്തർവാഹിനികളുടെ നീക്കങ്ങളെ കൂടുതൽ കരുത്തോടെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിനാകും. അതിന് ഇന്ത്യൻ സൈന്യത്തിന് കരുത്താകുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന MH-60 സീഹോക്ക് ഹെലികോപ്റ്റർ എന്ന ഈ ഹെലികോപ്റ്റർ. അത് ഇന്ത്യൻ സേനയുടെ ഭാഗമാവുകയാണ്. ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഹെലികോപ്റ്റർ. നമ്മുടെ എയർ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ തയ്യാറാക്കിയ എയർ സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തി. ഹെലികോപ്റ്റർ അത്രയും ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന നിമിഷം എന്ന് തന്നെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു, എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഹെലികോപ്റ്റർ ഇന്ത്യ വാങ്ങുന്നതിലൂടെ.